Hello everyone, welcome to Elance Tuition and we will discuss the classifications of goods and services tax, that is GST. So, India both central and state government tax levy tax amount collect change. So, what about GST? GST case classifications central and state government GST amount calculate discuss so bill hotel bill hotel bill net total is 59 rupees, 59 rupees. Plus, CGST 9% rupees, 9% add SGST 9% again add then the total amount payable is 70 rupees. So, CGST and SGST, these are the classifications of GST. So, the classifications of GST include CGST, that is Central Goods and Services Tax, SGST or UTGST. SGST means State Goods and Services Tax, and UTGST means Union Territory Goods and Services Tax, and IGST means Integrated Goods and Services Tax. We will separate discuss. So, first one is Central Goods and Services Tax, that is CGST. So, what do you mean by Central Goods and Services Tax? It is a tax levied by the central government. It is a tax levied by the central government on goods and services supplied within a state. ഒരു സ്റ്റേറ്റിനകത്ത് സപ്ലൈ ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിന് മുകളിൽ സെൻട്രൽ ഗവൺമെൻറ് അപ്ലൈ ചെയ്യുന്ന ടാക്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ആൻഡ് ദ റേറ്റ് ഓഫ് CGST, എത്ര രൂപയാണ് CGST റേറ്റ് വരുന്നത്, അല്ലെങ്കിൽ എത്ര % ആണ് CGST റേറ്റ് വരുന്നത്? ഹാഫ് ഓഫ് ദി GST റേറ്റ്. അതായത് GST റേറ്റ് എത്രയാണോ അതിൻ്റെ 1/2% ആയിരിക്കും CGST റേറ്റ്. അതായത് ഇവിടെ നമുക്ക് കാണാം GST റേറ്റ് 18% ആണെങ്കിൽ CGST rate എത്രയായിരിക്കും? 9% ആയിരിക്കും. If GST rate 12% ആണെങ്കിൽ CGST rate എത്രയായിരിക്കും? 6% ആയിരിക്കും. അതായത് half of the GST rate. Clear? അപ്പോൾ and it is governed by the CGST Act. CGST Act പ്രകാരമാണ് CGST Central Goods and Services Tax govern ചെയ്യപ്പെടുന്നത്. Okay, and the next one, State Goods and Services Tax. So what do you mean by State Goods and Services Tax? It is a tax levied by the state government. It is a tax levied by the state government on goods and services supplied within a state. ഒരു സ്റ്റേറ്റിനകത്ത് സപ്ലൈ ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിന് മുകളിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് അപ്ലൈ ചെയ്യുന്ന ലെവി ചെയ്യുന്ന ടാക്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് എ ടാക്സ് ലെവിഡ് ബൈ ദി സ്റ്റേറ്റ് ഗവൺമെൻറ് ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ് സപ്ലൈഡ് വിത്തിൻ എ സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റിനകത്ത് സപ്ലൈ ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിന് മുകളിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് അപ്ലൈ ചെയ്യുന്ന ടാക്സ് ആണ് സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്, ദാറ്റ് ഈസ് SGST. Okay, and the percentage and the rate of SGST is half the percentage of GST. അതായത് GST എത്രയാണോ അതിൻ്റെ 1/2% ആയിരിക്കും SGST വരുന്നത്. അതായത് CGSTയും SGST എന്ന് പറയുന്നത് half percentage of the GST. GST rate എത്രയാണോ അതിൻ്റെ 1/2% CGSTയും അതിൻ്റെ 1/2% and the next 1/2% എന്തായിരിക്കും? SGST ആയിരിക്കും. Clear? And it is governed by the SGST Act. SGST Act പ്രകാരമാണ് സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ഗവൺ ചെയ്യപ്പെടുന്നത്. ഓക്കെ, സോ and the calculations അങ്ങനെയാണെങ്കിൽ ഒരു ഇൻസൈഡ് ദി സ്റ്റേറ്റ്, ഒരു സ്റ്റേറ്റിനകത്ത് സപ്ലൈ ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിന് മുകളിൽ GST കാൽക്കുലേഷൻസ് എങ്ങനെയാണ് വരുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ അനു ഫ്രം കേരള ആൻഡ് റീനു ഫ്രം കേരള. ഫോർ എക്സാമ്പിൾ, അനു സോൾഡ് ഗുഡ്സ് വർത്ത് ₹15,000 റുപ്പീസിൻ്റെ ഗുഡ്സ് റീനുവിന് സെയിൽ ചെയ്യുന്നു. സോ അങ്ങനെയാണെങ്കിൽ റീനു ആസ് എ ബയർ എന്ത് ചെയ്യേണ്ടതുണ്ട്? എമൗണ്ട് പേ ചെയ്യേണ്ടതുണ്ട്. സോ എങ്ങനെയാണ് അതിൻ്റെ GST കാൽക്കുലേഷൻസ് വരുന്നത്? സോ GST പേബിൾ ഇൻസൈഡ് ദി സ്റ്റേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ CGSTയും SGSTയും പേ ചെയ്യേണ്ടതുണ്ട്. ആസ് എ GST, CGST ആൻഡ് SGST ആണ് ഇവർ ക്ലാസിഫിക്കേഷൻസ് വരുന്ന സമയത്ത്. സോ CGST വുഡ് ബി half the percentage of GST റേറ്റിൽ 18% ആണ്. അപ്പോൾ CGST എന്ന് പറഞ്ഞാൽ 9% ആയിരിക്കും, SGST 9% ആയിരിക്കും. സോ GST കാൽക്കുലേഷൻസ് എങ്ങനെയാണ് വരിക? 15,000 റുപ്പീസിൻ്റെ മുകളിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? GST എമൗണ്ട് പേ ചെയ്യേണ്ടത്, അല്ലേ? 15,000 റുപ്പീസിൻ്റെ പ്രൊഡക്റ്റ് ആണ്. സോ CGST വുഡ് ബി 9% of 15,000, that is 1,350, and SGST would be 9% of 15,000, that is 1,350, and the total GST എത്രയായിരിക്കും? 2,700. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എമൗണ്ട് പേബിൾ എത്രയായിരിക്കും? യെസ്, ടോട്ടൽ എമൗണ്ട് പേബിൾ വുഡ് ബി ഗുഡ്സിൻ്റെ പ്രൈസ് 15,000 പ്ലസ് അതിൻ്റെ GST 2,700. ടോട്ടൽ എമൗണ്ട് എത്രയാണ്? 17,700.
Okay, and the next one, union territory goods and services tax. Okay, so what do you mean by union territory goods and services tax? It is also a classification of GST. GST ന്റെ മറ്റൊരു classification ആണ് UTGST. So it is a tax levied by central government. Central government levy ചെയ്യുന്ന tax ആണ് union territory tax on goods and services supplied on 5 യൂണിയൻ ടെറിട്ടറീസ്. അതായത് സ്പെസിഫിക് ആയിട്ട് ഒരു 5 യൂണിയൻ ടെറിട്ടറീസിൻ്റെ പേര് പറയുന്നുണ്ട്. ഈ 5 യൂണിയൻ ടെറിട്ടറീസിനുള്ളിൽ ഓരോന്നിൻ്റെയും ഉള്ളിലാണ് ഗുഡ്സ് ആൻഡ് സർവീസസ് സപ്ലൈ ചെയ്യുന്നത് എങ്കിൽ അതിന് മുകളിൽ സെൻട്രൽ ഗവൺമെൻറ് അപ്ലൈ ചെയ്യുന്ന ടാക്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? UTGST എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഈ 5 യൂണിയൻ ടെറിട്ടറീസ് ഏതൊക്കെയാണ്? ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്, ദാദ്ര ആൻഡ് നാഗർ ഹവേലി, ചണ്ഡീഗഡ്, ലക്ഷദ്വീപ്, ദമാൻ ആൻഡ് ദിയു. ഈ പറയുന്ന 5 യൂണിയൻ ടെറിട്ടറീസിനുള്ളിലാണ് ഗുഡ്സ് ആൻഡ് സർവീസസ് സപ്ലൈ ചെയ്യുന്നത് എങ്കിൽ അതിനു മുകളിൽ സെൻട്രൽ ഗവൺമെൻറ് അപ്ലൈ ചെയ്യുന്ന ടാക്സ് ആണ് യൂണിയൻ ടെറിട്ടറി ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. ഓക്കെ, സോ എന്തുകൊണ്ടാണ് ഇത് ഡിഫറെൻ്റ് ആവുന്നത്? എന്തുകൊണ്ടാണ് ഇവിടെ SGST അപ്ലൈ ചെയ്യാത്തത്? യെസ്, ഈ പറയുന്ന യൂണിയൻ ടെറിട്ടറീസിനൊന്നും തന്നെ ലെജിസ്ലേച്ചർ ഇല്ല. ഓക്കെ, ലെജിസ്ലേച്ചർ ഇല്ലാത്തത് കൊണ്ടാണ് ഇതിന് സെപ്പറേറ്റ് ആയിട്ട് UTGST എന്ന് പറയുന്ന സെപ്പറേറ്റ് ടാക്സ് ക്ലാസിഫിക്കേഷൻസ് GST ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഓക്കെ, ഇനി മറ്റ് 2 യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട്. ഒന്ന് ന്യൂഡൽഹിയും ഒന്ന് പോണ്ടിച്ചേരിയും. ഈ ന്യൂഡൽഹിക്കും പോണ്ടിച്ചേരിക്കും UTGST ബാധകമല്ല, മറിച്ച് SGST തന്നെയാണ് അവർ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്കറിയാം ന്യൂഡൽഹിയും പോണ്ടിച്ചേരിയും യൂണിയൻ ടെറിട്ടറീസിനുള്ളിൽ വരുന്നതാണ്, എന്നാൽ അവർ യൂണിയൻ ടെറിട്ടറി ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് അല്ല ഫോളോ ചെയ്യുന്നത്, മറിച്ച് SGST ആണ്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ലെജിസ്ലേച്ചർ ഉണ്ട് ആൻഡ് കൺസിഡേർഡ് ദം ആസ് എ സ്റ്റേറ്റ് വൈൽ കമ്പ്യൂട്ടിംഗ് ഓർ വൈൽ കാൽക്കുലേറ്റിംഗ് GST. അവർ ലെജിസ്ലേച്ചർ ഉള്ളത് കൊണ്ട് തന്നെ അവർ SGST ആണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ കാൽക്കുലേഷൻസ് വരുന്ന സമയത്ത് GST കാൽക്കുലേഷൻസ് വരുന്ന സമയത്ത് CGST ടാക്സ് ഉണ്ടാവും, CGST ഉണ്ടാവും, പ്ലസ് SGSTക്ക് പകരം എന്താണ് വരിക? UTGST ആണ് വരിക കേട്ടോ, UTGST ആണ് വരിക. ഓക്കെ, സോ UTGST റേറ്റ് എന്ന് പറയുന്നത് SGST പോലെ തന്നെ അതേപോലെ തന്നെ ഹാഫ് ഓഫ് ദി GST റേറ്റ്. CGST എന്ന് പറയുന്നത് ഹാഫ് ഓഫ് ദി GST റേറ്റ് ആണ്. ദ റിമൈനിങ് ഹാഫ് ഓഫ് ദി GST റേറ്റ് എന്തായിരിക്കും? UTGST ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് കാൽക്കുലേഷൻസ് നോക്കുന്ന സമയത്ത് ചണ്ഡീഗഡ് അല്ലേ, ചണ്ഡീഗഡ് എന്ന് പറയുന്നത് ഒരു യൂണിയൻ ടെറിട്ടറി ആണ്. സോ ആ യൂണിയൻ ടെറിട്ടറിക്കുള്ളിൽ നടക്കുന്ന ഒരു സപ്ലൈ, ഒരു സെയിൽ. സോ അനു എന്ന് പറയുന്ന അനു ഫ്രം ചണ്ഡീഗഡ് സോൾഡ് ഗുഡ്സ് വർത്ത് ₹15,000 ടു ആർക്കാണ് സെയിൽ ചെയ്യുന്നത്? റീനുവിനാണ് സെയിൽ ചെയ്യുന്നത് അല്ലേ. സോ റീനുവിന് എത്ര പെർസെൻറ്റേജ് ആണ് GST? 18% ആണ്. അങ്ങനെയാണെങ്കിൽ GST എത്ര രൂപയാണ് പേ ചെയ്യേണ്ടത്? SGST എന്തൊക്കെ വരും? CGSTയും വരും, UTGST ആണ് അല്ലേ. ഒരു യൂണിയൻ ടെറിട്ടറിക്കുള്ളിലായതുകൊണ്ട് തന്നെ അവിടെ UTGST ആണ് വരുന്നത് അല്ലേ. SGST ആണോ? അല്ല, UTGST ആണ് വരുന്നത്. സോ UTGSTന്റെ പെർസെൻറ്റേജ് എന്തായിരിക്കും? SGST പോലെ തന്നെ ഹാഫ് ദി റേറ്റ് ഓഫ് GST ആയിരിക്കും. GSTയുടെ ഹാഫ് റേറ്റ് ആയിരിക്കും. സോ CGST എന്ന് പറയുന്നത് 18% ഹാഫ് 9%, UTGST 18% ഹാഫ് 9%. ഓക്കെ, അപ്പോൾ ഈ CGST എമൗണ്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? യെസ്, ഗുഡ്സിൻ്റെ എമൗണ്ട് 15,000 ആണ്. സോ 9% 15,000 ദാറ്റ് ഈസ് 1,350 CGST. അതുപോലെ UTGST എന്ന് പറയുന്നത് 9% ഓഫ് 15,000 ദാറ്റ് ഈസ് 1,350. ആൻഡ് ദ ടോട്ടൽ എമൗണ്ട് എത്രയാണ്? യെസ്, ടോട്ടൽ എമൗണ്ട് ഓഫ് GST എമൗണ്ട് എത്രയാണ്? 2,700. ഇനി എത്ര രൂപയാണ് ടോട്ടൽ റീനു പേ ചെയ്യേണ്ടത്? യെസ്, 15,000 ഗുഡ്സിൻ്റെ പ്രൈസും അതിൻ്റെ GSTയും 2,700. ടോട്ടൽ എമൗണ്ട് എത്ര വരും? യെസ്, 17,700 വരും. ഓക്കെ, സോ ഇത് ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇൻസൈഡ് ദ സ്റ്റേറ്റ്, ഇൻസൈഡ് ദ യൂണിയൻ ടെറിട്ടറീസ് ആണ് അല്ലേ. വാട്ട് ഇഫ് ഇറ്റ്സ് ബിറ്റ്വീൻ ദ states, or what if it's between the union territories? രണ്ടോ അതിലധികമോ സ്റ്റേറ്റുകൾ തമ്മിലാണ്, അല്ലെങ്കിൽ രണ്ടോ അതിലധികമോ സ്റ്റേറ്റുകളിലായിട്ടാണ് ഗുഡ്സ് ആൻഡ് സർവീസസ് സപ്ലൈ ചെയ്യുന്നത് എങ്കിലോ, അല്ലെ കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലുമായിട്ട് ഗുഡ്സ് ആൻഡ് സർവീസസ് സപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിലോ, അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് GST കാൽക്കുലേഷൻസ് വരിക? ഓക്കെ, അതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഇൻറ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്, ദാറ്റ് ഈസ് IGST. എന്താണ് ഇൻറ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്? ദാറ്റ് ഈസ് IGST. ഓക്കെ, സോ ഇറ്റ് ഈസ് എ ടാക്സ്. It is a tax levied by the central government. ഇത് ആരാണ് ലെവി ചെയ്യുന്നത്? സെൻട്രൽ ഗവൺമെന്റ് ആണ് കേട്ടോ. സെൻട്രൽ ഗവൺമെന്റ് ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ് സപ്ലൈഡ് ഇൻ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്, അതായത് വിവിധ സ്റ്റേറ്റുകളിൽ, വിവിധ സംസ്ഥാനങ്ങളിൽ സപ്ലൈ ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിന് മുകളിൽ അപ്ലൈ ചെയ്യുന്ന ടാക്സ് ആണ് ഇത് IGST, ദാറ്റ് ഈസ് ഇൻറ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. ഓക്കെ, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് വരുന്ന സമയത്ത്, ഇറക്കുമതിയും കയറ്റുമതിയും ചെയ്യുന്ന സമയത്തും എന്ത് അപ്ലിക്കബിൾ ആണ്? യെസ്, IGST അല്ലെങ്കിൽ ഇൻറ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്
ടാക്സ് അപ്ലിക്കബിൾ ആണ് കേട്ടോ. സോ അതുപോലെ തന്നെ ഇറ്റ് ഈസ് ഗവേൺഡ് ബൈ IGST ആക്ട്. ഈ ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ഇസ് ഗവേൺഡ് ബൈ IGST ആക്ട്. IGST ആക്ട് പ്രകാരമാണ് ഇത് ഗവേൺ ചെയ്യപ്പെടുന്നത്. ഓക്കെ, സോ വിവിധ സ്റ്റേറ്റുകളിലായിട്ട് അക്രോസ് ദി സ്റ്റേറ്റിന് ഒരു സ്റ്റേറ്റിലല്ല മറിച്ച് വിവിധ സ്റ്റേറ്റുകളിലായിട്ട് സപ്ലൈ ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിന് മുകളിലാണ് നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുന്നത്, ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ ഇവിടെ എന്താ പറയുന്നത്, യെസ് അനു ഫ്രം കേരള ആൻഡ് റീനു ഫ്രം തമിഴ്നാടു ആണ് അല്ലേ, അടുത്ത സ്റ്റേറ്റ് ആണ്, മറ്റൊരു സ്റ്റേറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ Anu from Kerala sold 10,000 rupees worth goods Reenuവിന് സെയിൽ ചെയ്യുകയാണെങ്കിൽ 18% GST ആണെങ്കിൽ ഇവിടെ GST എന്ന് പറയുന്നത് എന്താണ്, യെസ് IGST ആണ് അല്ലേ, ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ആണ്. നമ്മൾ അക്രോസ് ദി സ്റ്റേറ്റ് അല്ലെങ്കിൽ ഇമ്പോർട്ട് എക്സ്പോർട്ട് വരുന്ന സമയത്ത് അപ്ലൈ ചെയ്യുന്ന ടാക്സ് എന്ന് പറയുന്നത് GST ടാക്സ്. IGST എന്ന് പറയുന്നത് എത്രയാണ്, യെസ് 18% അല്ലേ. GST കാൽക്കുലേഷൻസ് വരുന്ന സമയത്ത് GST പെർസെൻറ്റേജ് എത്രയാണ്, 18%, ദാറ്റ് ഈസ് IGST. ആൻഡ് 10,000 18% എന്ന് പറയുമ്പോൾ 1,800 ഉണ്ടാവും. ഇതാണ് GST amount. സോ ടോട്ടൽ എമൗണ്ട് പേബിൾ വുഡ് ബി 10,000 പ്ലസ് ദ GST amount ആൻഡ് ദ ടോട്ടൽ എമൗണ്ട് എത്രയാണ് നമ്മൾ പേ ചെയ്യേണ്ടത്, 11,800 rupees. ഓക്കെ, സോ ഇത്രയുമാണ് GSTൻ്റെ ക്ലാസിഫിക്കേഷൻസ് വരുന്നത്. സോ സിമ്പിളായിട്ട് ഒരു പിക്ചറിൽ കാണിക്കാൻ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ കാണിക്കാം. സോ ഇവിടെ നമുക്ക് കാണാം GST ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈസ്, ഒരു സ്റ്റേറ്റിനകത്ത് സപ്ലൈ ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിന് മുകളിൽ CGSTയും SGSTയും വരും. ഇൻട്രാ യൂണിയൻ ടെറിട്ടറി സപ്ലൈസ്, ഒരു യൂണിയൻ ടെറിട്ടറിക്ക് അകത്ത് വരുന്ന ഗുഡ്സ് ആൻഡ് സർവീസസ് സപ്ലൈന് മുകളിൽ അപ്ലൈ ചെയ്യുന്ന ടാക്സ് എന്ന് പറയുന്നത് CGSTയും UTGST ആണ് അല്ലേ, യൂണിയൻ ടെറിട്ടറി ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ആണ്. ഇനി ഇന്റർ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഇന്റർ യൂണിയൻ ടെറിട്ടറീസ് അല്ലെങ്കിൽ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്, വിവിധ സ്റ്റേറ്റുകളിൽ തമ്മിൽ അല്ലെങ്കിൽ വിവിധ സ്റ്റേറ്റുകളിലായിട്ട് അല്ലെങ്കിൽ വിവിധ യൂണിയൻ ടെറിട്ടറീസുകളിലായിട്ട് അല്ലെങ്കിൽ എക്സ്പോർട്ടും ഇമ്പോർട്ടും വരുന്ന സമയത്ത് അപ്ലൈ ചെയ്യുന്ന ടാക്സ് എന്ന് പറയുന്നത് IGST ആയിരിക്കും. ഓക്കെ, സോ ദീസ് ആർ ദി ക്ലാസിഫിക്കേഷൻസ് ഓഫ് GST ആൻഡ് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. ആൻഡ്